അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥത്തിലൂടെ ലോകത്തോട് പറയുന്നത് ഈ ബൗദ്ധിക പാരമ്യ ഘട്ടത്തിൽ ഉൾക്കൊള്ളാവുന്ന, മനുഷ്യന്റെ ബുദ്ധിയുടെ വളർച്ചയുടെ വികാസഘട്ടത്തിൽ ഉൾക്കൊള്ളാവുന്ന ഒരു ദൈവമെന്ന, രൂപമില്ലാത്ത ചിത്രമില്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ചാണ്. ആ ദൈവം അത് ഹിന്ദുവിൻ്റേത് മാത്രം, ക്രിസ്ത്യാനിയുടേത് മാത്രം, മുസ്ലിമിൻ്റേത് മാത്രമെന്ന് സങ്കുചിതവൽക്കരിക്കപ്പെടുമ്പോഴാണ് നാം വിഘടിച്ചു പോകുന്നത്, നാം ഭിന്നിച്ചു പോകുന്നത്. ആ ദൈവം ദൈവങ്ങളായി തീരുമ്പോഴാണ് നാം പരസ്പരം എന്റെ ദൈവം, നിന്റെ ദൈവം, അവരുടെ ദൈവം, ഇവരുടെ ദൈവം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കലഹിക്കുകയും കലാപമുണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നത്. നാം ഒരു ജാതി, മനുഷ്യജാതി, ഒരു ജാതി, ഒരു ദൈവമെന്ന വിശ്വാസത്തിലേക്ക് ഉയരാനും വളരാനും നമുക്ക് സാധിക്കുമോ? ആ സാധ്യതയാണ് മനുഷ്യ സൗഹാർദ്ദത്തിന്റെയും മാനവിക മോക്ഷത്തിന്റെയും ഈ ചെറിയ ജീവിതത്തിനപ്പുറത്ത് പരലോകത്ത് ഒരു മോക്ഷത്തിന്റെ ലോകമുണ്ടെന്ന് ഖുർആനും പൂർവ്വവേദഗ്രന്ഥങ്ങളുമൊക്കെ പഠിപ്പിക്കുന്നു. പാപിയായ, ബഹുദൈവ വിശ്വാസിയായ, വികല വിശ്വാസിയായ, അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും അകപ്പെട്ട, മദ്യപാനത്തിലും വ്യഭിചാരത്തിലും തിന്മകളിലും അധാർമികതയിലും അകപ്പെട്ട മനുഷ്യന് പാരത്രികമായി നരകലോകം ഭവിക്കുമെന്ന്, നരകലോകത്തിൽ പ്രവേശിക്കപ്പെടുമെന്ന് ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഭഗവത്ഗീതയുടെ 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നത് അത്തരമൊരു സന്ദേശമാണ്. അനേക ചിത്തവിഭ്രാന്ത മോഹജാല സമാവ്രത പ്രസക്താ കാമഭോഗേഷു പതന്തി നരകേയശുജൗ. നാനാവിചാരങ്ങളിൽ വിഭ്രാന്തരായ, വിഷയാസക്തി പൂണ്ട പാപികളായ, അധർമ്മികളായ മനുഷ്യർ നരകലോകത്തിൽ പതിക്കുന്നുവെന്ന് ഗീത പഠിപ്പിക്കുന്നു. പുണ്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി പോരാട്ടത്തിൽ ഏർപ്പെടുന്ന പരിശുദ്ധാത്മാവ്, പുണ്യവാനായ മനുഷ്യൻ സ്വർഗത്തെ പുൽകുമെന്നും ഗീതയുടെ 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വചനത്തിൽ പ്രാപ്സ്യസി സ്വർഗം എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ആ ഒരു സ്വർഗലോകവും നരകലോകവുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഖുർആനും ബൈബിളും ഒക്കെ പറയുന്നുണ്ട്. പാപം ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നുവെങ്കിൽ ആ കണ്ണിനെ നീ ചൂഴ്ന്നെടുത്ത് കളയുക. ഇരു കണ്ണുകളുമായി നരകത്തിലെ കെടാത്ത തീയിൽ പോകുന്നതിലും ഭേദം ഒരു കണ്ണുമായി സ്വർഗത്തിൽ പോകുന്നതല്ലേ നല്ലത് എന്ന യേശുക്രിസ്തുവിന്റെ ബൈബിളിലെ, മാർക്കോസിന്റെ സുവിശേഷത്തിലെ ചോദ്യം വളരെ ശ്രദ്ധേയമായ, മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക്, പരലോക ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായത്തിന്റെ 185-ാമത്തെ വചനത്തിൽ അത്തരമൊരു പരലോകത്തെ പറ്റി പഠിപ്പിക്കുന്നു. നാം ഇവിടെ ജീവിക്കുന്നത് ക്ഷണികമായ ഒരു ലോകത്താണ്, ക്ഷണികമായ ഒരു ജീവിതാവസ്ഥയിലാണ്. മോഹങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂവണിയുന്നതിന് മുമ്പ് മരണത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. മരണത്തിന് പ്രായഭേദമില്ല, രാഷ്ട്രീയ ഭേദമില്ല, മതഭേദമില്ല, ആരോഗ്യഭേദം പോലും ഇല്ല. എല്ലാവരും ഏത് പ്രായത്തിലും, ഏത് സാഹചര്യത്തിലും, ഏത് ഘട്ടത്തിലും മരിക്കുക തന്നെ ചെയ്യും. മരണാനന്തരമാണ് ശാശ്വതമായ ജീവിതം, പരലോക ജീവിതം, സ്വർഗീയ ജീവിതം, നരകീയ ജീവിതം. ആ ദൈവശിക്ഷയുടെ കേന്ദ്രമായ നരകത്തിൽ നിന്ന് വിമുക്തി നേടുകയും പരലോകത്ത് മുക്തി കൈവരിക്കുകയും സ്വർഗപ്രവേശം സാധിക്കുകയും ചെയ്യണമെങ്കിൽ ഏകനായ ഒരു ഈശ്വരനിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച, രൂപമോ ചിത്രമോ പ്രതിഷ്ഠയോ അല്ലാത്ത പ്രപഞ്ചത്തിന്റെ പിന്നിലെ മഹാചൈതന്യമായ ആ ഈശ്വരനെ അറിഞ്ഞ് ആരാധിക്കുന്ന ആ മാർഗത്തിലൂടെ സൽക്കർമ്മിയായി, പുണ്യവാനായി, സാത്വികനായി, വർഗീയതയും വിദ്വേഷവും വൈകാരികതയും വെറുപ്പും എല്ലാവിധ പാപങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സംശുദ്ധമായ, സാത്വികമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ അതാണ് മനുഷ്യൻ